നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യ ചിന്തയിൽ ഞാൻ ഹനുമാൻ സ്വാമിയുടെ സങ്കടമോചനൻ എന്ന പേര് വരാനുള്ള കാരണങ്ങളിലേക്ക് പോവുകയാണ്. 8 കാരണങ്ങളുണ്ട്, ഞാൻ 5 പറഞ്ഞിട്ടുള്ളൂ. 5ാമത്തെ കാരണം ലക്ഷ്മണന് മോഹാലസ്യം വന്നപ്പോൾ വ്രതസഞ്ജീവിനി കൊണ്ടുവന്നിട്ട് ലക്ഷ്മണൻ്റെ മോഹാലസ്യമൊക്കെ മാറ്റി അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ വാനരസൈന്യത്തിൻ്റെ മുഴുവൻ സങ്കടം, ശ്രീരാമസ്വാമിയുടെ സങ്കടം അനുജൻ്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് ശ്രീരാമസ്വാമി വാവിട്ട് കരയായിരുന്നു മോഹാത്സ്യപ്പെട്ട് കിടക്കുന്ന ലക്ഷ്മണനെ കണ്ടിട്ട്, അനുജനെ കണ്ടിട്ട്. ആ ദുഃഖത്തിൽ നിന്നെല്ലാം, ആ സങ്കടത്തിൽ നിന്നെല്ലാം മോചനം ലഭിച്ച അങ്ങേക്ക് തീർച്ചയായും അങ്ങ് സങ്കടമോചനൻ തന്നെ എന്നാണ് പറയുന്നത്. ഈ മഹത്വം അറിയാത്തവരായി ഭൂമിയിൽ ആരുമില്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന 6ാമത്തെ കാരണമാണ്. സങ്കടമോചനൻ എന്ന പേര് ഹനുമാൻ സ്വാമിക്ക് വരാനുള്ള കാരണങ്ങൾ 5 കാരണങ്ങൾ പറഞ്ഞു, 5 ഇത് പറഞ്ഞു. സങ്കടമോചന അഷ്ടകം എന്നാണ് ഈ കവിതാശകലം പറയുന്നത്. ഒരു ഭക്തകവി എഴുതിയതാട്ടോ. അതിൽ 6ാമത്തെ കാരണം പറയുന്ന കവിതാശകലം ഞാനൊന്ന് പാടാമേ. रावण युद्ध जानकियो तब नाग की फांस सबई सिर डारो. ഹിന്ദിയാണ്, എനിക്ക് എല്ലാ പദങ്ങളിലൊന്നും അർത്ഥം അറിഞ്ഞു പോരില്ല. ഞാൻ പറയാട്ടോ, നോക്കി പറയാം. ശ്രീ രഘുനാഥ് സമേത് സബൈലൽ മോഹ भयो यक संगड़ भारो आने का केस तबै हनुमान जो बंधन काढ़ी सुदाम सुनिवारो कौन ही जानत है जग में कभी संगड़ मोचन നാം തിഹാരോ. എന്താ പറയുന്നത്? രാവണ യുദ്ധ അജാനിക്കിയോ. രാവണൻ എന്ന് പറഞ്ഞാൽ രാവണന്, യുദ്ധ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ, അജാനിക്കിയോ ജീവനില്ലാതെയാക്കി കൊന്ന ആ രാവണൻ അത്ഭുത ശക്തിയുള്ള നാഗപാശം അങ്ങെയ്തു. അപ്പോൾ എന്തുണ്ടായി? എതിർവശത്തുള്ള വാനര പടയിലെ സർവമാന വാനരന്മാരും ബോധം കെട്ട്, പാമ്പിൻ്റെ വേഷമല്ലേ ചെല്ലണേ, ബോധക്കേടുണ്ടായി. എല്ലാവർക്കും ബോധം കെട്ടങ്ങോട്ട് വീണു. ആ സമയത്ത് മോഹബയോയക് സങ്കട് ശ്രീ രഘുനാഥ് സമേത് സബൈദല്. അതായത് ശ്രീ രഘുനാഥ് എന്ന് പറഞ്ഞ സമയത്ത് ശ്രീരാമനടക്കം, ഇനിയിപ്പോൾ ശ്രീരാമൻ പോലും ഓർമ്മയോടുകൂടി ഇരുന്നില്ല. ഈ വാനരന്മാരോട് കൂടി ജീവനില്ലാതെ ആയിട്ടിരിക്കണ പോലെ ബോധം കെട്ട് വീണു. കണ്ടാൽ മരിച്ചു കിടക്കുക എന്ന് തോന്നും. അതുപോലെ നാഗക്കി ഫാംസാണ്. നാഗക്കി എന്ന് വെച്ചാൽ നാഗപാശത്താൽ ആ നാഗപാശം എന്ന് പറയുന്ന അസ്ത്രം എഴുതപ്പോൾ എല്ലാവർക്കും ഒരു മിതമായ നിലയ്ക്ക് വിഷബാധ ഏറ്റതുപോലെ തോന്നി. അവരൊക്കെ ബോധം കെട്ട് വീണു. കണ്ടാൽ മരിച്ചു എന്ന് തോന്നും. ആ മാതിരിയായി. ആ സമയത്ത് അതിൽ ശ്രീരാമനും ശ്രീ രഘുനാഥ് സമയത്ത് ശ്രീരാമൻ പോലും ഇതുപോലെ മോഹാലസ്യപ്പെട്ട് പടക്കളത്തിൽ വീണു, യുദ്ധഭൂമിയിൽ വീണു. ആനിക കേസ് തബൈ ഹനുമാനുജു. ആ സമയത്ത് ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? ആനി ഖഗേസ്, ഖകം എന്ന് പറഞ്ഞ പക്ഷി, ഖഗേസ് എന്ന് പറഞ്ഞ പക്ഷി ശ്രേഷ്ഠനായ ഗരുഡൻ, അതാണ് ആനി, പോയി കൊണ്ടുവന്നു. അവിടെ ചെന്ന് മഹാനുഭാവ ഗരുഡദേവ വരൂ, നാഗപാശത്താൽ വാനരപ്പടം മുഴുവൻ ശ്രീരാമനടക്കം മോഹാലസ്യപ്പെട്ടു പോയി, അങ്ങ് വരൂ. നാഗങ്ങളുടെ ശത്രുവാണ് ഗരുഡൻ. അതുകൊണ്ട് ഗരുഡൻ വന്ന് ഈ നാഗപാശത്തെ അങ്ങോട്ട് നിർവീര്യമാക്കും. അപ്പോഴേ ഇവർക്ക് ഓർമ്മ വരുള്ളൂ എന്നറിയാവുന്ന ഹനുമാൻജി പോയിട്ട് നാഗപാശം നശിപ്പിക്കാനായിട്ട്, നിർവീര്യമാക്കാനായിട്ട് ഗരുഡനെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ഭാരോ സങ്കട്, വളരെ വലിയൊരു സങ്കടമാണ് എല്ലാവരും ബോധം കെട്ടുപോയത്.
ഖകേസ് ആനി തബൈ ഹനുമാൻജു. ഹനുമാൻ സ്വാമി ആ സമയത്ത് തന്നെ പക്ഷിശ്രേഷ്ഠനായ ഗരുഡനെ വിളിച്ചു കൊണ്ടുവന്നു. ബന്ധന കാടി ബന്ധനത്തിൽ നിന്ന്, മോഹാത്സ്യത്തിൽ നിന്ന്, ബോധക്കേടിൽ നിന്ന്, സംത്രാസ് ദുഃഖം, സംത്രാസ് എന്ന് പറഞ്ഞ ദുഃഖം, തിഹാരോ പരിഹരിച്ചു. അങ്ങനെ അത് പരിഹരിക്കുകയും ചെയ്തു. ഈ വരി ഇതിൽ പറയുന്നത് യുദ്ധസമയത്ത് രാമരാവണ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശ്രീരാമൻ്റെ വമ്പിച്ച സൈന്യങ്ങളുടെ മേൽ രാവണൻ നാഗപാശം പ്രയോഗിച്ചു. ശ്രീരാമനടക്കം സൈന്യം മുഴുവൻ മോഹാലസ്യത്തിലായി. ആ സമയം ശ്രീഹനുമാൻ ഗരുഡനെ ആ ക്രൂരത ഉപദ്രവത്തിൽ നിന്നെല്ലാവരെയും ആകർഷിക്കുകയും, അതായത് മറ്റൊന്നുമല്ല, ഈ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതാണ് ഗരുഡനെ കണ്ടപ്പോൾ മറ്റു ഭാഗത്ത് കുറേ പേര് കൂട്ടിട്ട് നാഗങ്ങളുടെ ഉപദ്രവത്തിൽ നിന്നും എല്ലാവരെയും രക്ഷിക്കുകയും ചെയ്തു. ഗരുഡൻ അപ്പോഴേക്കും ഗരുഡൻ്റെ ചിറകട്ടി കേട്ടപ്പോഴത്തേക്കും നാഗപാശം മോഹാലസ്യപ്പെട്ട വായുവൊക്കെ അവിടെ പറന്നുപോയി എന്നാണ് പറയുന്നത്. ഉപദ്രവത്തിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കുകയും ചെയ്തു. അതിനാൽ അങ്ങേക്ക് സങ്കടമോചനൻ എന്ന പേര് വന്നു. ഈ മഹത്വം അറിയാത്തവരായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല. അപ്പോൾ യുദ്ധക്കളത്തിൽ വച്ച് രാവണനയച്ച നാഗപാശത്താൽ ബോധരഹിതരായി വീണ ശ്രീരാമനടക്കമുള്ള അവരെയും ഗരുഡനെ വിളിച്ചു കൊണ്ടുവന്ന് നാഗപാശം മാറ്റി ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു, സാധാരണതയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അങ്ങയുടെ ആ മഹത്വം അറിയാത്തവരെ ഈ ഭൂമിയിൽ ആരുമില്ല. അന്ന് മുതൽ ആൾ സങ്കടമോചനൻ ആവുകയും ചെയ്തു. ഇനി ഈ വരികളെ ഞാൻ ഒന്നുകൂടി വായിക്കാം. रावण युद्ध जानकियो तब नाग की फांस सबई सिर डारो श्री रघुनाथ समेत सबई दल मोहतयो यक संगड़ भारो आने का केस तबई हनुमान जो बंधन काड़ी सुदास ने वारो को नहीं जानत के जग में जानद को नहीं जानद के जग में कभी സങ്കടമോചന നാമത്തിഹാരോ. ഭഗവാന്റെ ഈ മഹത്വം അറിയാത്തതായിട്ട് ആരുണ്ട് ഹനുമാൻജി? അങ്ങ് ഇദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണേ. ഇദ്ദേഹം തൻ്റെ അച്ഛൻ്റെ കർമ്മമാണ് ഇതുകൊണ്ടെന്ന് മോഹാത്സ്യത്തിൽ നിന്നും ഉയർത്തി കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് 6ാമത്തെ പോയിൻ്റ്. ഇനിയുള്ളത് 7ാമത്തെയാണ്. 7, 8 രണ്ടെണ്ണം കൂടെ ഉണ്ട്. നോക്കട്ടെ, കഴിയുമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം ഇതിൻ്റെ ഫൈനൽ നോക്കാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ പറ്റുമ്പോൾ ഇതാകാം. സങ്കടമോചനം ഒന്ന് വായിക്കണം എന്നെനിക്ക് തോന്നി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ. ആമം. എല്ലാവർക്കും നന്ദി. സങ്കടമോചൻ.